ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ടോക്സിക് പേരൻസിനെ പറ്റി മോട്ടിവേഷണലിന്റെ സ്പീച്ചിൽ തന്നെ വരുന്നത് ഒരു ടോക്സിക് പേരൻസ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു കാര്യമാണ് ടോക്സിക് പേരൻസ് എന്ന് വെച്ചാൽ. പേരൻസ് ഇങ്ങനെ ടോക്സിക് ആകുമ്പോൾ നമുക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് നമുക്ക് പലർക്കും അറിയാം. അപ്പോൾ ഞാൻ ഈ ഒരു കഴിഞ്ഞിടയിലാണ് ഞാനൊരു യൂട്യൂബിൽ തന്നെ ഒരു സീരീസ് ഇങ്ങനെ കണ്ടായിരുന്നു. ഒരു അമ്മ കുട്ടിയോട് എങ്ങനെ ഏത് രീതിയിലൊക്കെ പെരുമാറുന്നു. അപ്പോൾ ആ കുട്ടി ഒന്നും ചെയ്യാതെ തന്നെ അമ്മയ്ക്ക് ടെൻഷനാണ്. അവള് ഒരാൾ വീട്ടിൽ വരുമ്പോൾ അത് ഫോൺ ചെയ്യുമ്പോൾ എപ്പോഴും ബാഗ് പരിശോധിക്കുക, അവളെ തന്നെ വാച്ച് ചെയ്യുക. അതൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികളുടെ മനസ്സ് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള ആലോചിച്ചപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി. അപ്പം എനിക്ക് ഓർത്തു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. അതുകൊണ്ട് ഞാൻ ഇന്ന് മെയിനായിട്ടും ആ ടോപ്പിക് എടുത്ത് ഇന്ന് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ അമ്മമാര് ഇപ്പൊ ഞാൻ നേരത്തെ മദേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഗുഡ് മദർ. അപ്പൊ അതിന്റെ ഒരു പാർട്ടായിട്ട് വരുന്നതാണ് ഇത്. പേരന്റിന്റെ ഒരു സെക്ഷനിൽ വരുന്നതാണ്, അതായത് ടോക്സിക് പേരൻസ്. ഇപ്പൊ ടോക്സിക് എന്ന് വെച്ചാൽ എന്താണ് നിങ്ങളിൽ പലർക്കും അറിയാം. നമ്മുടെ മേലെ തന്നെ കൂടുതൽ കെയർ ചെയ്യുക. നമുക്ക് ആ കെയറിങ് എന്തോ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും അല്ലെ. ഇപ്പൊ നമുക്ക് ഒരാൾ നമ്മളോട് അധികാരം കാണിക്കുക, ഓവറായിട്ട് അധികാരം കാണിക്കുക. നമുക്കൊരു സ്വാതന്ത്ര്യം ഇല്ല, ഒരു ഫ്രീഡം ഇല്ല, നമുക്കൊരു പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, ഒരു കാര്യം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമുക്കത് എന്തോരം ബുദ്ധിമുട്ടാവുമെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതേപോലെ തന്നെ മാതാപിതാക്കൾ, ഇപ്പൊ നമ്മൾ സ്കൂളിൽ പോകുന്നു വരുന്നു ഏതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ വാച്ച് ചെയ്യുക, നമ്മൾ എന്ത് കഴിക്കണമെന്ന് അവർ പറയുക. അപ്പൊ അവർ പുറത്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഡ്രസ്സ് എടുക്കണമെങ്കിൽ അത് അവരുടെ ഇഷ്ടത്തിന് ഡ്രസ്സ് എടുക്കേണ്ടി വരും. ഒരു കൂടുതൽ ഒരു അറ്റാച്ച്മെന്റ് അല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു കെയറിങ് കൂടുതൽ കൂടിപ്പോയത് കൊണ്ടാണെന്ന് എനിക്കൊരു ഫീൽ ഉണ്ട്. നമുക്കൊരു കെയറിങ് കൂടുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ശ്വാസം മുട്ടലായിരിക്കും. ഇപ്പൊ അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ആരെങ്കിലും ഒന്ന് വിളിക്കുവാണെങ്കിൽ അതൊരു സംശയമാണ്. അപ്പൊ അവർക്ക് ഫേസ്ബുക്ക് തുടങ്ങാൻ പറ്റത്തില്ല, ഇൻസ്റ്റാഗ്രാം തുടങ്ങാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു ആപ്പുകളും തുടങ്ങാൻ പറ്റാതെ ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവല്ലോ കുട്ടികൾക്ക് എത്രത്തോളം ആണെന്നുള്ളത്. പിന്നെ മെയിൻ ആയിട്ട് എടുത്തു പറഞ്ഞ അത് ഇങ്ങനെ ടോക്സിക് പേരൻസിന്റെ ആ ഒരു ഇതുകൊണ്ട് കുട്ടികൾ തന്നെയാണ് ഡീഹൈഡ്രേറ്റ് ആയി പോവാണെന്ന് പേരൻസ് ആയ അവര് മനസ്സിലാക്കുന്നില്ല. കാരണം എന്താ, അവര് എല്ലാ കാര്യങ്ങളും നീ ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, നീ അവിടെ പോകരുത്, ഇവിടെ പോകരുത്, സ്കൂൾ വിട്ടാൽ നേരെ വീട്ടിലോട്ട് വരണം, ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങരുത്, ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യായിക വന്നാൽ നമ്മൾ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കട്ടെ, അപ്പോൾ നമ്മൾ അത് ഹെൽപ്പ് ചെയ്യാൻ പാടില്ല. സോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. ഏതൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യണ്ട എന്നൊക്കെ മാതാപിതാക്കൾ അത്രയും. ഇപ്പൊ കുട്ടികളുടെ മനസ്സിൽ എന്തോ ഒരു പേടി ഉണ്ടാവും. അയ്യോ ഇന്ന് ലേറ്റായി, വീട്ടിൽ ചെല്ലുമ്പോ അമ്മ വഴക്ക് പറയും. അങ്ങനെ ഒരു പേടി കൊണ്ട് പേടിച്ചായിരിക്കും അവര് ആ വീട്ടിൽ ജീവിക്കുന്നത് തന്നെ. കാരണം എന്താ, അച്ഛനോടായാലും അമ്മയോടായാലും ഒരു പേടി കാണും. അയ്യോ എനിക്ക് എക്സാമിന് മാർക്ക് കുറഞ്ഞു, അമ്മ വഴക്ക് പറയും. അയ്യോ ഞാൻ വൈകിപ്പോയി, അമ്മ വഴക്ക് പറയും, അല്ലെങ്കിൽ അച്ഛൻ വഴക്ക് പറയും. ദൈവമേ ഇനി ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു, അമ്മ അറിഞ്ഞ വഴക്ക് പറയും. അങ്ങനെയൊക്കെ ഉള്ളൊരു പേടി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. കുട്ടികൾ തന്നെ ഇങ്ങനെ പറയുമോ എനിക്ക് ടെൻഷൻ ആവുന്നു, പേടിയാവുന്നു, എന്റെ അമ്മ അടിക്കും, വഴക്ക് പറയും. അപ്പൊ നമ്മള് കുട്ടികൾക്ക് നമ്മൾ മക്കളെ വഴക്ക് പറയണം എന്ന് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഓവറായിട്ട് വഴക്ക് പറയരുത്. അതായത് നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ കുട്ടികൾക്ക് നമുക്ക് തെറ്റ് ചെയ്താൽ നമുക്കത് വഴക്ക് പറയുന്നതിന് പകരം ഇപ്പൊ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. നീ ചെയ്ത് ശരിയാണോ, നീ ഇങ്ങനെ ചെയ്ത് ശരിയാണോ, നീ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ നമുക്ക് തന്നെ ഒരു കുട്ടികൾക്കായാലും പേരൻസിനോട് എന്തും ഷെയർ ചെയ്യാനായിട്ട് അവർക്കും തോന്നും. ഇതില്ലെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനായിട്ട് ഒന്നും തോന്നത്തില്ല. കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ മാതാപിതാക്കൾ ഒരു കുട്ടികളെ പഠിപ്പിക്കാന്ന് വെച്ചോ, ഇപ്പൊ അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോലും അമ്മയോടോ അച്ഛനോടോ ചോദിക്കാനായിട്ട് പറ്റത്തില്ല. അവർക്ക് പേടിയാ, ചോദിച്ചു കഴിഞ്ഞാൽ വഴക്ക് പറയുമോ എന്നുള്ള ഒരു പേടിയാ. ആ ഒരു പേരൻസും മക്കളും തമ്മിൽ ആ ഒരു ബോണ്ടിങ് ഇല്ലാണ്ടാവുകയാണ്. അവരൊരു തമ്മിലുള്ള സ്നേഹം, ഒരു അറ്റാച്ച്മെന്റ് അത് കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. കാരണം അവർക്ക് അവരുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പോകാൻ പോലും തന്നെ അത്രത്തോളം പേടിയാണ് അവർക്ക്. കാരണം എന്തുകൊണ്ടാ അത്രയും പേടിയാണ്, അവരെന്തെങ്കിലും വഴക്ക് പറയോ, എന്തെങ്കിലും ഇതാവും. അപ്പൊ ഫുഡ്, ഇപ്പൊ അവരുടെ ഇഷ്ടത്തിനുള്ള ഭക്ഷണം പോലും അവർക്ക് ചോദിക്കാനായിട്ട് പേടിയാണ് അല്ലെ. സാധാരണ കുട്ടികളൊക്കെ ആണെങ്കിൽ എന്താ അമ്മമാരോട് പറയും എനിക്ക് ഈ ഫുഡ് വേണ്ട, ആ ഫുഡ് വേണ്ട എന്നൊക്കെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എനിക്ക് തന്നെ പല എക്സ്പീരിയൻസും ഉണ്ട്. കാരണം എൻ്റെ ഒരു കസിൻ തന്നെ അവൾ അങ്ങനെയാണ്. കാരണം അവളുടെ അമ്മയ്ക്ക് എന്ന് വെച്ചാൽ അവൾ വരുമ്പോൾ തന്നെ അവളുടെ ഇഷ്ടത്തിനാണ് ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്. അത്യാവശ്യം നല്ലപോലെ ഫ്രീഡം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കത് മനസ്സിലാവും ഓരോ കുട്ടികളുടെ ഓരോ സിറ്റുവേഷൻ. കാരണം വെച്ചാൽ അമ്മമാരുടെ എന്തും ഷെയർ ചെയ്യാനായിട്ട് പറ്റണം നമുക്ക്. ഇപ്പൊ ഓരോരുത്തർ അമ്മയോട് പറയും, അല്ലെങ്കിൽ അച്ഛനോട് പറയും. നമുക്ക് ഏത് പേരന്റിനോടും പറയാനായിട്ട് നമുക്കൊരു ഫ്രീഡം വേണം, നമുക്ക് ആ ഒരു സ്പേസ് വേണം. അത് അവര് തന്നെ കൊടുക്കണം നമുക്ക്. നമുക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തു, ഇപ്പൊ നമുക്ക് ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് പറയാനായിട്ട്, അവരുടെ മുന്നിൽ പോയിട്ട് പറയാനായിട്ട് നമുക്ക് ആ ഒരു സ്പേസ് വേണം അല്ലേ. അപ്പൊ നമ്മൾ അത് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും തെറ്റ്, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു, ഒരാൾ നമ്മളെ പുറകെ വന്നു, നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്കത് പറയാനായിട്ട് പറ്റത്തില്ല വീട്ടിൽ. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വഴക്ക് പറയും, അല്ലെങ്കിൽ അച്ഛൻ വഴക്ക് പറയും.
അപ്പൊ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾ അമ്മയുമായിട്ട് പോയി പറയുക. പറയുമ്പോഴത്തേക്ക് എന്താ അവർക്കത് കാര്യം മനസ്സിലാവും. ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പൊ അതുപോലെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാ വേണ്ടത്. അല്ലാതെ അവരെ പോയിട്ട് നീ കാണിച്ചത് ശരിയല്ല പറഞ്ഞ് അവരെ അടിക്കാനും കുറേയേറെ വഴക്ക് പറയാനും വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. കുട്ടികൾ വീണ്ടും ഡൗൺ ആവും. കുട്ടികൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. അതിനൊരു ശ്രദ്ധ കിട്ടത്തില്ല. കുട്ടികൾ തന്നെ ഇപ്പോ ചില കാര്യങ്ങളുണ്ടെങ്കിൽ കുട്ടികൾ തന്നെ പറഞ്ഞ് കുട്ടികളോട് ഇങ്ങനെ എങ്ങനെ പറയുന്നോ പെരുമാറുന്നോ അതുപോലെ ആയിരിക്കും കുട്ടികളും ഭാവിയിൽ അതുപോലെ ആവുന്നത്. ഇപ്പൊ മറ്റ് ക്ലാസ്സിലിപ്പോ എന്റെ അമ്മ അങ്ങനെയല്ല. എന്റെ അമ്മ അത്ര സ്ട്രിക്റ്റ് ഒന്നും അല്ല. സ്ട്രിക്റ്റ് ആണ് എങ്കിലും അത്യാവശ്യം ഫ്രീഡം ഒക്കെ ഉണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഓവർ ഫ്രീഡം എന്താ പറയാ എപ്പോഴും ഷോപ്പിങ്ങിന് പോവാ എപ്പോഴും അത് കഴിക്കുക ഇത് കഴിക്കുക അങ്ങനെയല്ല. അതിനെല്ലാം ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ നമുക്ക് കുട്ടികളെ എങ്ങനെ വളർത്താം എന്ന് ഉള്ള നമുക്ക് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മൾ പണ്ടത്തെ കാലമൊന്നും പണ്ടത്തെ കാലമാണെങ്കിൽ ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ അവിടെ പോയത് ഇവിടെ പോയത് അത് ചെയ്ത് ഇത് ചെയ്യരുത് എന്നൊക്കെ കുറെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ അതൊന്നും അല്ല. കാലം മാറി. ഇപ്പൊ ന്യൂജൻ ലൈഫിലാണ് കുട്ടികളൊക്കെ ജീവിക്കുന്നത്. അപ്പൊ അവർക്ക് അതായിട്ടുള്ള സ്പേസ് വേണം. അവർക്ക് പഠിക്കാനായാലും അല്ലെങ്കിൽ അവർക്ക് പുറത്തു പോകാനായാലും എന്തിനാണ് അവർക്കൊരു ഡ്രസ്സ് ഇടാൻ പോലും അവരുടെ സ്വാതന്ത്ര്യത്തിന് നമ്മൾ വിട്ടുകൊടുക്കും. അത് വെച്ചാൽ അവര് ഇപ്പൊ വൃത്തികെട്ട രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്നു എന്നൊന്നും ഇല്ല. നമ്മൾ നോക്കുമ്പോ എന്താ അവർക്ക് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കുക. സപ്പോസ് അവർ സ്ലീവ്ലെസ് ഇട്ടു അല്ലെങ്കിൽ എന്തുവാ 3/4 പാന്റ് ഇട്ടു. ഇപ്പൊ നമുക്കത് ഇവളിട്ടാ ഇത് ശരിയാവത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവളെ വഴക്ക് പറയല്ല വേണ്ടത്. നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നീ ഈ സ്ലീവ്ലെസ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ വൃത്തികേടായിരിക്കും. ആൾക്കാർ കാണുമ്പോൾ എന്തോ വിചാരിക്കും. മോശമല്ലേ മോളെ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മള് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തുമ്പോൾ കുട്ടികളുടെ മനസ്സിലും വരും. ഞാൻ ഈ ഡ്രസ്സ് ഇട്ടാൽ ശരിയാവത്തില്ല. അപ്പൊ നമ്മൾ അതേപോലെ തന്നെ അവർ ഏതെങ്കിലും നല്ല ഡ്രസ്സ് ചൂസ് ചെയ്തോ ഇത് നിനക്ക് നന്നായി ചേരുന്നുണ്ട് എന്നൊക്കെ കോംപ്ലിമെന്റും കൂടി പറയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ അമ്മമാര് കാരണം കുട്ടികളാ കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഷെയർ ചെയ്യാനായിട്ട് ഇതുകൊണ്ടാണ് പല കുട്ടികളും പേരൻസിനോട് ഒരു കാര്യം ഷെയർ ചെയ്യാത്തത്. കാരണം എന്താ അവർക്ക് പേടിയാണ് ഷെയർ ചെയ്യാനായിട്ട്. അവരിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും. പല കാര്യങ്ങളും പറയത്തില്ല. അപ്പൊ വളർന്ന് വളർന്ന് വലുതാകുമ്പോഴേക്കും പല ബുദ്ധിമുട്ടുകളും അവര് ഫേസ് ചെയ്യുന്നത്. അതിന് ഒത്തിരി വീഡിയോസും കുറെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കേട്ടറിഞ്ഞ് എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നതാ. അപ്പൊ നിങ്ങളും ഇതുപോലെ ആവാണ്ടിരിക്കുക. അപ്പൊ നിങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ പറഞ്ഞ് നിങ്ങൾ ഇനി ടോക്സിക് പേരൻസ് ആണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മാറുക. നിങ്ങൾ ഒരിക്കലും കുട്ടികളോട് അങ്ങനെ പെരുമാറാതിരിക്കുക. കാരണം വെച്ചാൽ അവരെ ഒരു സ്പേസ് കൊടുക്കുക. നമ്മൾ തന്നെ മാറുക. കുട്ടികളെ മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. നീ ചെയ്ത് ശരിയല്ല. നീ ഇങ്ങനെ വേണമായിരുന്നു ചെയ്യാൻ. നീ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ കുട്ടികൾക്ക് എന്തോരം സന്തോഷാവും. അവർക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അമ്മമാര് കുട്ടികളിപ്പം എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളോട് ഷെയർ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ആ ബോണ്ടിങ് ഉണ്ടാവും. പിന്നെ തന്റെ കുട്ടി എന്താണെന്ന് അച്ഛനും അമ്മയ്ക്കും മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഈ ടോക്സിക് പേരൻസിന്റെ സിറ്റുവേഷനിൽ കുട്ടികൾ ഏതാ അവരുടെ മനസ്സിൽ എന്താണെന്നൊന്നും അച്ഛനും അമ്മയ്ക്കും മനസ്സിലാവത്തില്ല. കാരണം എന്താ അവരൊന്നും ഷെയർ ചെയ്യത്തില്ല മാതാപിതാക്കളോട്. സോ അവർക്കപ്പം പഠിക്കാൻ വീക്കാണ് ഇന്നതാണ് ഒരു കാര്യം അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തപ്പം അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് നല്ലപോലെ അനുഭവിക്കും. അല്ലെ ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ ഇപ്പൊ പീരിയഡ്സ് ആണെങ്കിൽ എന്താ അവിടെ തൊടരുത് ഇവിടെ പോരുത് അങ്ങനെ കുറെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുക. പിന്നെ ഓരോരുത്തരെ ഇപ്പോ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുത് ആൺകുട്ടികളോട് സംസാരിക്കരുത് ആ സമയത്ത് അങ്ങനെയൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ മനസ്സ് വേദനിക്കും. നമ്മൾ അത് ചെയ്യാണ്ട് പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം ഞാൻ ഇങ്ങനെ ഒരു എടുത്തൊരു പറയാനായിട്ട് കാരണം എൻ്റെ ഒരു കസിൻ ഉണ്ട്. കസിൻ സിസ്റ്റർ ആണ്. അപ്പൊ ആ ചേച്ചിയുടെ മക്കളെയൊക്കെ ചേച്ചി എത്ര ഫ്രീഡം ആണോ അത്രയും ഫ്രീഡം ആണ്. കാരണം അവർക്ക് എന്തും അവരുടെ അമ്മയോടോ അച്ഛനോടോ തുറന്നു പറയാനുള്ള സ്പേസ് ഉണ്ട് അവിടെ. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇപ്പൊ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തന്നെ അത് പറഞ്ഞ് തിരുത്തി നല്ല ഈസി ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ എനിക്കിങ്ങനെ സംശയം ഉണ്ട്. അന്നേരം ഞാൻ ചോദിച്ചപ്പോ നമ്മളിങ്ങനെ പറഞ്ഞാൽ പിള്ളേർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ നമ്മള് ഇത് നടക്കത്തില്ല പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കാനായിട്ടും കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അവർ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ കിട്ടത്തില്ല അങ്ങനെയൊക്കെ. കാരണം വെച്ചാൽ എന്റെ കസിന്റെ ഒരു ആ കുട്ടിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു. അത് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു. അപ്പൊ അങ്ങനെ പ്രണയം ഉണ്ടായപ്പോ വീട്ടിലിങ്ങനെ വന്ന് പറഞ്ഞപ്പം അപ്പൊ ആ ചേച്ചി പറഞ്ഞത് ഇത് നമ്മുടെ കാസ്റ്റ് അല്ല. നമ്മൾ ഈ കാസ്റ്റിലുള്ള ആരെ കല്യാണം കഴിക്കുന്നത് മോശമാണോ? നിനക്ക് തന്നെ മോശമാണോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക് ശരിയാണോ? നമ്മുടെ സ്വന്തം കാസ്റ്റ് ഞാൻ ഉറപ്പായിട്ടും സമ്മതിച്ചു. അങ്ങനെയൊക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ അവനത് കാര്യം മനസ്സിലായി. ഇതുകൊണ്ടാണെന്നോ നമ്മൾ അങ്ങനെ വേണം പറയാനായിട്ട്. ഇപ്പൊ ഒരാൾ വന്നിട്ട് പറയും അമ്മ എനിക്ക് ഇന്നാളെ ഇഷ്ടമാണൊക്കെ അറിയുകയാണെങ്കിൽ നീ എന്തോ കാണിക്കുന്നത് അങ്ങനെ ഇങ്ങനെ കുട്ടികളെ മേലെ ചാടി കയറി കഴിഞ്ഞാൽ അവർക്കതൊരു വിഷമമുണ്ട്. ഇതുകൊണ്ടാണ് പല കുട്ടികളും സൂസൈഡ് ചെയ്യുന്നതും ഇപ്പൊ എക്സാമിന് മാർക്ക് കുറഞ്ഞപ്പോ എന്താ ഇവൻ അവളെക്കാട്ടിലും മാർക്ക് കുറഞ്ഞു എന്നിട്ട് കുട്ടികളെ ഇട്ട് അടിക്കുക വഴക്ക് പറയുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ കുട്ടിയുടെ മനസ്സിൽ തോന്നും ഞാൻ എന്തിനാ ഈശ്വര ജീവിച്ചിരിക്കുന്നത്. സൂയിസൈഡിന് ഒത്തിരി കാരണങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു കേസ് കൊണ്ട്
ഇഷ്ടംപോലെ കുട്ടികൾ നമുക്ക് കേൾക്കാമല്ലോ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സൂസൈഡ് ചെയ്തു, അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സൂസൈഡ് ചെയ്തു. എന്തുകൊണ്ട്? അവർക്ക് ഇതുപോലത്തെയുള്ള ടോക്സിക് പേരൻസ്, ഈ ഒരു ടോർച്ചർ താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് അവരങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നത്. കാരണം എന്താ, അവര് നിൽക്കുമ്പോൾ അവരുടെ കൂടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാരൊക്കെ ഉണ്ടോ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആണ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഇവർക്ക് ഒരു പേഴ്സണലി ഉള്ളിലൊരു വിഷമം വരും. അപ്പൊ നമ്മൾ കുട്ടികളാണ്, പെട്ടെന്ന് തന്നെ വിഷമം വരും. ഇപ്പൊ കുറച്ചുകൂടി വലുതാകുമ്പോൾ അവർക്ക് ചിന്തിക്കാനുള്ള പ്രാപ്തി ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ടീനേജ് ആണ്, വീണ പൊട്ടുന്ന പ്രായമാണ്, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എപ്പോഴും അവരുടെ മേലെ കണ്ണു വെക്കാം. പക്ഷെ നമ്മൾ അത് ഓവറായിട്ട് അവർക്ക് തോന്നാൻ പാടില്ല നമ്മൾ അവരെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നിയില്ലെങ്കിൽ അവർ എല്ലാ കാര്യവും നമ്മളോട് ഷെയർ ചെയ്യും. അതല്ലേ നമുക്ക് ഏറ്റവും നല്ലത്. ഇപ്പൊ ഒരു കുട്ടി, നിങ്ങൾ ടോക്സിക് പേരൻസ്, ആ കുട്ടി ഒന്നും പറയുന്നില്ലെങ്കിൽ അത് ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ടോക്സിക് പേരൻസ് അല്ല, എന്തും സ്വാതന്ത്ര്യമുണ്ട് കുട്ടികൾക്ക് പറയാനായിട്ട് എന്ന് പറയുമ്പോൾ അവരെല്ലാ കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സമാധാനം ഉണ്ട്. കുട്ടികൾ നമ്മുടെ കൺട്രോളിൽ തന്നെ ആയിരിക്കും. കാരണം അവരെല്ലാം നമ്മളോട് വന്ന് പറയുന്നുണ്ട്. ആ ഒരു സ്പേസ് നമ്മൾ കൊടുക്കുന്നതുകൊണ്ടാണ് അവർക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും. ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഒരു ഫ്രണ്ട്സിനോട് ഷോപ്പിങ്ങിന് പോയി ഇരിക്കട്ടെ, അപ്പൊ ഒരു വന്നു പറയും, അമ്മ ഞാൻ ഇന്നിങ്ങനെ ഷോപ്പിങ്ങിന് പോയി, അവരെന്നെ വിളിച്ചുകൊണ്ട് പോയതാ, അങ്ങനെ ഇങ്ങനെ അതൊക്കെ പറയുമ്പോൾ നമ്മളത് മാന്യമായിട്ട് കൈകാര്യം ചെയ്യും. സാരമില്ല മോനെ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് വലിയ കുഴപ്പം വരാത്ത രീതിയിൽ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കും. അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിക്കാനൊന്നും വഴക്ക് പറയാനല്ല. മോളെ നീ ചെയ്ത് ശരിയാണോ, നീ ആലോചിച്ച് നോക്കുക, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അത് തെറ്റല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാവും. കുട്ടികൾക്ക് തന്നെ ആലോചിക്കുമ്പോൾ തോന്നും, "ഓ, ഞാൻ ചെയ്തത് ശരിയല്ല, അതുകൊണ്ട് അമ്മ എന്നോട് ഇങ്ങനെ, അമ്മ ഒരിക്കലും ഇങ്ങനെ പറയത്തില്ലല്ലോ" എന്നത് തോന്നൽ വരും. നമ്മൾ വഴക്ക് പറയുമ്പോ എന്താ, പിന്നെ വഴക്ക് പറയുമ്പോ എന്താ, ഒരു ഓ, എന്തൊക്കെ പറഞ്ഞാലും എന്താ, അമ്മ എന്നെ വഴക്ക് പറയാം, അത്രയല്ലേ ഉള്ളൂ എന്നുള്ള ചിന്തയും കൂടി വരും. കുട്ടികൾക്ക് അനുസരണയും കാണത്തില്ല, പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കുട്ടികൾക്ക് നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാനുള്ള സ്പേസ് നിങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യുക. കുട്ടികളെ കൂടുതലായിട്ട് വഴക്ക് പറയാനോ അടിക്കാനോ ഒന്നും നിൽക്കാണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നിങ്ങൾ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് എപ്പോഴും നന്നായിരിക്കണം. എന്നാലേ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എപ്പോഴും നിങ്ങൾക്ക് കുട്ടികളെ നോക്കിയിരിക്കാൻ പറ്റത്തില്ല. അല്ല, നിങ്ങൾക്ക് സ്ട്രിക്റ്റ് ആണ്, കാര്യമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും കുട്ടി എവിടെയാ, സ്കൂളിൽ പോകുന്നുണ്ടോ, സ്കൂളിനകത്ത് അവരെന്തോ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് നോക്കിയിരിക്കാൻ പറ്റത്തില്ല. കുട്ടി സ്കൂളിൽ പോയിട്ട് വീട്ടിൽ വരുന്നത് നിങ്ങൾ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. അല്ലേ? അപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് വരുമ്പോ എന്താ, അവർ വരുമ്പോഴത്തേക്ക് എന്താ, സ്കൂളിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ ചോദിക്കുക. യൂഷ്വലി നമ്മൾ മാതാപിതാക്കൾ ഇപ്പൊ പിതാവിന് സമയമില്ലെങ്കിൽ മാതാപിതാക്കളും ചോദിക്കുക. ഇപ്പൊ അച്ഛന്മാർക്ക് എപ്പോഴും സമയം കിട്ടണമെന്നില്ല. കാരണം അവർ ഓഫീസ് കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്കും അവർക്ക് സമയം കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അമ്മമാരെ ഇന്ന് സ്കൂളിൽ എന്താ സംഭവിച്ചത്, നമ്മൾ കുട്ടികൾ പറയാത്ത കാര്യങ്ങൾ പോലും അവരത് ഷെയർ ചെയ്യുന്ന അവർക്ക് തോന്നി അവരെല്ലാം പറയും. അപ്പൊ നമുക്കത് മനസ്സിലാവും. അതിൽ എന്തെങ്കിലും തെറ്റോ കാര്യമോ ഉണ്ടെങ്കിൽ അത് നമുക്ക് അപ്പൊ തന്നെ തിരുത്തി കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, സോ അപ്പൊ അത്രേ ഉള്ളൂ. ഇന്ന് എനിക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആരെങ്കിലും ഇതുപോലെ ടോക്സിക് ലൈഫാണ്, ടോക്സിക് പേരൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ അപ്പൊ അത്രേ ഉള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഒരു ക്ലാസ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. സോ അപ്പൊ അത്രേ ഉള്ളൂ. സോ അപ്പൊ എല്ലാവർക്കും എൻ്റെ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.